ഹല്ലേലൂയ. റോമാലേഖനം 12-ാം അധ്യായം 11-ാം തിരുലിഖിതം. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. ഇന്ന് നാം ചിന്തിക്കുന്നത് പ്രാർത്ഥനയിൽ എരിവ് പാടില്ലെന്നോ? ഹോസിയ പ്രവചനത്തിൽ 6-ാം അധ്യായത്തിൽ 6-ാം തിരുലിഖിതം, ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ദൈവമായ കർത്താവ് എന്നെയും നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ഇതാ നമ്മുടെ അടുത്തെത്തിയിരിക്കുകയാണ്. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടുന്ന് തൻ്റെ അത്ഭുതമായ സ്പർശനങ്ങൾ, അഭിഷേകങ്ങൾ, സൗഖ്യങ്ങൾ എൻ്റെ മേലും നിങ്ങളുടെ മേലും ചൊരിയുന്നു എന്നത് ദൈവവചനപ്രകാരം ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോസ്തല പ്രവർത്തനം 10-ാം അധ്യായം 44-ാം തിരുലിഖിതം, പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് ഷീന. ഞാൻ വളരെ യാദൃച്ഛികമായിട്ടാണ് ഒരു ദിവസം TV തുറന്നപ്പോൾ ഈ ടെലിവിഷൻ ശുശ്രൂഷ അറിയാനിട വന്നത്. ഞാനും എൻ്റെ 9 വയസ്സുള്ള മകനും ഈ വചനപ്രഘോഷണവും അത്ഭുതങ്ങളുടെ വെളിപ്പെടുത്തലുകളും വളരെ ആവേശത്തോടെയാണ് ഇപ്പോൾ കാണുന്നത്. എനിക്ക് ഒരു അനുഭവം ഉള്ളത് നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ടെലിവിഷൻ പ്രോഗ്രാമിനെ കുറിച്ച് അന്ന് തൊട്ട് ഇന്ന് വരെ മുടങ്ങാതെ 1 വർഷത്തിലധികമായി ഞാൻ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നൊരു കുടുംബമാണ്. എൻ്റെ മകൻ്റെ പ്രശ്നം ഇതാണ്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് പഠിക്കും, എന്നാൽ ഒന്നും മനസ്സിലാവില്ല. പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ 0 മാർക്ക്, അല്ലെങ്കിൽ കൈവിരൽ എണ്ണാവുന്ന മാർക്ക്. അങ്ങനെ 4-ാം ക്ലാസ്സിൽ വെച്ച് അവനെ സ്കൂളിൽ നിന്ന് പറഞ്ഞയക്കും എന്ന സ്ഥിതി വരെ എത്തി. ഞങ്ങളുടെ കുടുംബം ആകെ നാണക്കേടിലായി, വലിയ വിഷമത്തിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ വചനപ്രഘോഷണത്തിൽ യേശുവിൻ്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നതിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. എൻ്റെ മകനെ TV-യുടെ വചനപ്രഘോഷണത്തിന് മുമ്പിൽ, TV-ക്ക് മുമ്പിൽ ഞങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ മകൻ്റെ ബുദ്ധി തെളിയട്ടെ, ഓരോ വചനപ്രഘോഷണം നടക്കുമ്പോഴും ആ വചനത്തിൻ്റെ ശക്തിയാൽ മകൻ്റെ ബുദ്ധി തെളിയട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 8 ആഴ്ച പ്രാർത്ഥിച്ചു. അതിൻ്റെ പരിണത ഫലമായി എൻ്റെ മകൻ്റെ ബുദ്ധി തെളിഞ്ഞു. അവനിപ്പോൾ കുറച്ച് പഠിച്ചാൽ തന്നെ നല്ല റിസൾട്ടോടെ പരീക്ഷയിൽ പാസ്സാകാൻ തക്കവണ്ണം അവൻ്റെ ജീവിതം വ്യത്യാസപ്പെട്ടു. അവൻ 4-ാം ക്ലാസ്സിലെ പരീക്ഷയുടെ അവസാനത്തെ റൗണ്ട് പരീക്ഷയിൽ 90% മാർക്കോടെ വിജയകരമായി 5-ാം ക്ലാസ്സിലേക്ക് പ്രവേശിച്ചു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരൻ, നോക്കുക, തോറ്റ് അങ്ങേയറ്റം തോറ്റ് 2 മാർക്ക് 3 മാർക്ക് അങ്ങനെ എത്തിയിരുന്ന കുട്ടി. എന്നാൽ ടെലിവിഷൻ്റെ സമയത്ത് ഈ വചനങ്ങൾ പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ ആ ചേട്ടത്തിയും ആ കുട്ടിയും ആ കുടുംബവും ടെലിവിഷന് മുമ്പിലിരുന്ന് ഈ വചനങ്ങളെ സ്വീകരിച്ചിട്ട് സർവശക്തമായ വചനത്തിൻ്റെ മുമ്പിലിരുന്ന് യേശുവിനെ വിളിച്ചു. ആ കുട്ടിയുടെ മേൽ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചു. കുട്ടിയുടെ ബുദ്ധി തെളിഞ്ഞു. ബുദ്ധിയുടെ മേലെ കെട്ടുകൾ അഴിഞ്ഞു. 90% മാർക്കോടെ ആ കുട്ടി ആ ക്ലാസ്സിൽ ആ വർഷം പാസ്സായി. അടുത്ത ക്ലാസ്സിലേക്ക് നല്ല ഗണത്തിലേക്ക് ചേരാൻ തക്കവണ്ണം ദൈവം ആ കുട്ടിയെ ഉയർത്തി. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, 2 കരങ്ങളും തുറന്നു പിടിക്കാം. നമ്മുടെ ബുദ്ധിയുടെ മേൽ അന്ധകാരം വിട്ടുപോകട്ടെ, ചിന്താമണ്ഡലത്തിൽ അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ, കാഴ്ചപ്പാട് അന്ധകാരങ്ങൾ വിട്ടുപോകട്ടെ. കുരുട് പിടിച്ച ബുദ്ധിയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കട്ടെ, തെളിഞ്ഞ ബുദ്ധി ലഭിക്കട്ടെ. ഓ ദൈവമേ, ജോയേൽ പ്രവാചകൻ വഴി വാഗ്ദാനം ചെയ്തതുപോലെ പരിശുദ്ധാത്മാവിനൊരു കുത്തിയൊഴുക്ക്, പരിശുദ്ധാത്മാവിന്റെ അത്ഭുത പ്രവാഹം ഇപ്പോൾ നൽകണമേ. കരങ്ങൾ ഉയർത്തി വലിയ ആഗ്രഹത്തോടെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, വാഗ്ദാനം പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വർഷിക്കണമേ. ഹോളി സ്പിരിറ്റ്, ദൈവമേ, വാഗ്ദാനം ആത്മാവേ, വർഷിക്കണമേ. കർത്താവ് ദൈവമേ, കുടുംബങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് വർഷിക്കണമേ, വർഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രമേ.
ദൈവമേ, ഇതാ അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ ദാസീദാസന്മാർ നിലവിളിക്കുകയാണ് കർത്താവേ. ബാലികാ ബാലന്മാരുണ്ട്, യുവതീവാക്കന്മാരുണ്ട്, രോഗികളുണ്ട്, തകർന്നവരുണ്ട്, പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട്, വിശ്വാസം മങ്ങിപ്പോയവരുണ്ട്. ദൈവമേ, വൃദ്ധന്മാരും ഒരു വലിയ പറ്റം ജനമാണ് കർത്താവേ. ഈ ജനതയുടെ മേൽ അവിടുന്ന് ആത്മാവിനെ വർഷിക്കണമേ. നവസ്വപ്നവും യുവജന നിരയിൽ ദർശനവും, വൃദ്ധന്മാരിൽ നവസ്വപ്നവും യുവജന നിരയിൽ ദർശനവും, അടയാളങ്ങളും അത്ഭുതവും സകലരിലും നവജീവിതവും സംഭവിക്കട്ടെ കർത്താവേ. അരുളിയപ്പോ ആത്മാവിനെ വർഷിക്കണമേ. കരങ്ങൾ ഉയർത്തി കർത്താവാം ദൈവമേ, വാഗ്ദാനം വലിയ വിശ്വാസത്തോടെ ആത്മാവിനെ വർഷിക്കണമേ. വലിയ ദാഹത്തോടെ ദൈവമേ, വാഗ്ദാനം പരിശുദ്ധാത്മാവേ, 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 ഹല്ലേലൂയ, 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 സ്തോത്രമേ, ഹല്ലേലൂയ, 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 സ്തോത്രമേ, ഹല്ലേലൂയ, സ്തോത്രമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രാർത്ഥനയിൽ എരിവ് പാടില്ലെന്നോ? ഇത് ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും അറിയേണ്ട ഒരു ആത്മീയ രഹസ്യമാണ്. ഈ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചൊരു സംഭവം നിങ്ങളോട് പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം വളരെ പ്രധാനപ്പെട്ടൊരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ ചില ആളുകൾ എന്നെ കണ്ടുമുട്ടി. അവരിൽ ചിലർ എന്നോട് പറയുകയാണ്, നല്ല ബുദ്ധിയും കഴിവുമുള്ളവരാണ്. ഇവരെന്നോട് സംസാരിക്കുകയാണ്, എനിക്ക് ഈ ധ്യാന കേന്ദ്രമൊന്നും ഇഷ്ടമല്ല, അവിടെ മൊത്തം വികാരമാണ്, ഈ വികാരമേളയ്ക്കുള്ള പ്രാർത്ഥനയൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ, എനിക്ക് തന്നെ നാണക്കേടായിപ്പോയി. ഞാൻ ചിന്തിച്ച്, ഈ ധ്യാന കേന്ദ്രത്തിൽ മൊത്തം വികാരമാണെന്നാണല്ലോ ഇവർ പറയണത്. വികാരമിളക്കിയുള്ള പ്രാർത്ഥന അത് ഏതാണ്? അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു മഹാമോശമാണല്ലോ. ഞാൻ ചിന്തിച്ച്, ഞാൻ എന്തായാലും തിരിച്ച് ധ്യാന കേന്ദ്രത്തിൽ വന്നു. ഞാനിരുന്ന് ആലോചിച്ച് നോക്കി, ഈ വികാരം ഇളക്കിയുള്ള പ്രാർത്ഥന എവിടെയാണ് സംഭവിക്കുന്നത്? എവിടെയാണ് ഈ വികാരം എല്ലാം കൂടി നിറഞ്ഞു നിൽക്കുന്നത്? അപ്പോൾ എനിക്ക് മനസ്സിലായി, ദൈവസ്തുതിപ്പിനെ പുച്ഛിച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായമാണ് ആ ബുദ്ധിമാന്മാർ രേഖപ്പെടുത്തിയതെന്ന് എനിക്ക് മനസ്സിലായി. ഈ വിഷയം ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ദൈവമേ, അങ്ങയുടെ എളിയ മക്കൾ അങ്ങയുടെ സന്നിധിയിൽ വന്ന് ഹൃദയം പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? ആ ദിവസങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുന്ന വെളിപ്പെടുത്തലുകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വിശുദ്ധ ലിഖിതത്തിൽ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 15-ാം അധ്യായം അതിൽ 9-ഉം 10-ഉം തിരുലിഖിതങ്ങൾ, സ്തോത്രഗീതം പാപിക്കിണങ്ങുന്നില്ല, അവൻ കർത്താവിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല, ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം, കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 10-ാം വാക്യം പഠിപ്പിക്കുകയാണ്, ജ്ഞാനത്തിൻ്റെ ബഹിർസ്ഫുരണമാണ് സ്തോത്രഗീതം,
കർത്താവാണ് അത് പ്രചോദിപ്പിക്കുന്നത്. ഒരു വ്യക്തി ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ഹൃദയം പൊട്ടി അപ്പാ എന്ന് വിളിക്കുന്നത്, ഹൃദയം പൊട്ടി യേശുവിനെ നോക്കി യേശു രാജാവേ എന്ന് വിളിക്കുന്നത്, ഹൃദയം പൊട്ടി ദൈവസന്നിധിയിൽ വന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി വലിയ സ്വരത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് പറഞ്ഞ് സ്തുതിക്കുന്നത്, ഇങ്ങനെ യേശുവിനെ വിളിക്കുന്നത്, പരിശുദ്ധാത്മാവിനെ വിളിക്കുന്നത്, ത്രിയേക ദൈവത്തെ വിളിക്കുന്നത്, സ്തുതിക്കുന്നത്, ആരാധിക്കുന്നത്, പാട്ട് പാടുന്നത്, അത് വികാരം ഉൾക്കൊണ്ടുകൊണ്ടുള്ളൊരു പ്രാർത്ഥന തന്നെയാണ്. അത് ദൈവമായ കർത്താവാണ് അതിനെ പ്രചോദിപ്പിക്കുന്നത് എന്ന് വിശുദ്ധ ലിഖിതം പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, ആ ദിവസങ്ങളിൽ കർത്താവ് അനുഗ്രഹീതനായ ഒരു ദൈവശാസ്ത്രജ്ഞനിലൂടെ വെളിപ്പെടുത്തി തന്ന മറ്റൊരു രഹസ്യം കൂടിയുണ്ട്. അതിങ്ങനെയാണ്: വികാരം വറ്റിപ്പോയവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയല്ല ദൈവസ്തുതിപ്പ്. ദൈവസ്തുതിപ്പ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിലെ മനോജ്ഞങ്ങളായ മാനുഷിക വികാരങ്ങളുടെ ബഹിർസ്ഫുരണമാണ്. ദൈവസ്തുതിപ്പ്, ദൈവത്തോടുള്ള പ്രാർത്ഥന, ദൈവസന്നിധിയിൽ ഒരു വ്യക്തി ചെല്ലുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മനോജ്ഞങ്ങളായ മാനുഷിക വികാരങ്ങളുടെ ബഹിർസ്ഫുരണം ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് നല്ല നല്ല മനോജ്ഞങ്ങളായ മാനുഷിക വികാരങ്ങളുണ്ട്. അത്ഭുതം, സന്തോഷം, ജിജ്ഞാസ, സ്നേഹം, വാത്സല്യം, ഇങ്ങനെ ഒരുപാട് മനോജ്ഞങ്ങളായ മാനുഷിക ഭാവങ്ങളുണ്ട്. ദൈവത്തിൻ്റെ നന്മ ഓർക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഇടപെടൽ ഓർക്കുമ്പോൾ, ദൈവത്തിൻ്റെ സ്നേഹം ഓർക്കുമ്പോൾ ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന മനോജ്ഞങ്ങളായ മാനുഷിക ഭാവങ്ങളുടെ ഒരു ബഹിർസ്ഫുരണമാണ് ദൈവാരാധന, ദൈവസ്തുതിപ്പ്, ദൈവത്തോടുള്ള ഹൃദയം ലയിച്ചുള്ള പ്രാർത്ഥന. അവിടെ കണ്ണുനീരുണ്ട്, അവിടെ സന്തോഷമുണ്ട്, അവിടെ നിലവിളിയുണ്ട്, അവിടെ എല്ലാ മാനുഷിക ഭാവങ്ങളും ലയിച്ച് നിറഞ്ഞു നിൽക്കുകയാണ്. വിശുദ്ധ ലിഖിതത്തിൽ ജെറമിയ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 19-ഉം 20-ഉം തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്: എൻ്റെ മക്കളോട് കൂടെ നിന്നെ പാർപ്പിക്കുന്നതിനും സകല ജനതകളിലും വെച്ച് ഏറ്റവും ഛേദോഹരമായ അവകാശം നിനക്ക് നൽകുന്നതിനും ഞാൻ എത്രയേറെ ആഗ്രഹിച്ചു. നീ എന്നെ പിതാവേ എന്ന് വിളിക്കുമെന്നും നീ എന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നും ഞാൻ പ്രതീക്ഷിച്ചു. നോക്കുക, സർവശക്തനായ ദൈവത്തിൻ്റെ ഹൃദയം തൻ്റെ മക്കളായ നമ്മുടെ ഓരോരുത്തരും ഹൃദയത്തോട് സംവദിക്കുകയാണ്. ഹൃദയത്തോട് സംസാരിക്കുകയാണ്. എന്താ ഹൃദയത്തിൻ്റെ ഭാഷ? എന്താ ഹൃദയത്തിൻ്റെ ആഗ്രഹം? നീ എന്നെ പിതാവേ എന്ന് വിളിക്കുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. ഈ വലിയ ദൈവം, സർവശക്തനായ ദൈവം, അഖിലാണ്ടങ്ങളുടെ സൃഷ്ടാവ് ഒരു മനുഷ്യരിൽ നിന്ന് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒരു കുഞ്ഞ്, ഒരു മനുഷ്യൻ, ഒരു പൈതൽ ദൈവസന്നിധിക്ക് എന്നിട്ട് അപ്പാ, പിതാവേ, ആബാ ഇങ്ങനെ ഹൃദയം നുറുങ്ങി വിളിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വികാരങ്ങൾ ചേർന്ന പ്രാർത്ഥന ദൈവം അംഗീകരിക്കുന്നുണ്ട്. വീണ്ടും ഹോസിയ പ്രവാചന പുസ്തകത്തിൽ 2-ാം അധ്യായം 16-ാം തിരുലിഖിതം, അവിടെ തിരുലിഖിതങ്ങളിൽ ദൈവം വെളിപ്പെടുത്തുകയാണ്: കർത്താവ് അരുളി ചെയ്യുന്നു, അന്ന് നീ എന്നെ പ്രിയതമൻ എന്ന് വിളിക്കും. നോക്കുക, ഒരു ദൈവ പൈതൽ കർത്താവിൻ്റെ സന്നിധി ചെന്നിട്ട് ദൈവത്തെ നോക്കി പ്രിയതമാ ഇങ്ങനെ വിളിക്കണം ദൈവം ആഗ്രഹിക്കുകയാണ്. എന്താ ഈ പ്രിയതമാ എന്നുള്ള വിളി? ആരാ പ്രിയതമാന്ന് വിളിക്കണത്? 90 വയസ്സായി പല്ല് കൊഴിഞ്ഞ് ആ മുഖം എല്ലാം കൂടെ ചുക്കിച്ചുളിഞ്ഞ് സോഡാ കുപ്പിയുടെ കവള് പോയാൽ ഈ അമ്മൂമ്മ അപ്പൂപ്പനെ കയറി വിളിക്കണ വാക്കാണോ പ്രിയതമാന്ന്? വൈകാരിക ഊഷ്മളത നിറഞ്ഞു നിൽക്കുന്ന കാലത്ത് ഒരു കാമുകനെ കാണുമ്പോൾ വിളിക്കുന്ന അതേ വാക്ക് ദൈവം എടുത്തിട്ട് ദൈവം പറയുകയാണ്: ഒരാത്മാവ് ദൈവത്തോട് സംവദിക്കുമ്പോൾ, ഒരാത്മാവ് ദൈവത്തോട് ഇടപെടുമ്പോൾ, ആത്മാവും ഒരു മനുഷ്യാത്മാവും ദൈവവും തമ്മിലുള്ള ഇടപെടലുകളിൽ ഒരു കാമുകനും കാമുകിയും തമ്മിൽ എന്ന പോലെ വൈകാരിക ഊഷ്മളത നിറഞ്ഞു നിൽക്കുന്ന ഒരു ബന്ധം ദൈവം പ്രതീക്ഷിക്കുന്നു എന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ്. ഉത്തമഗീതത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 14-ാം തിരുലിഖിതം വചനം ഒരു മനുഷ്യൻ്റെ അടുത്ത് ദൈവം വരുമ്പോൾ എങ്ങനെ ദൈവം മനുഷ്യാത്മാവിനെ അഭിസംബോധന ചെയ്യുന്നെന്ന് രേഖപ്പെടുത്തുകയാണ്. പാപത്തിൽ തകർന്ന്, ദൈവത്തിൽ നിന്ന് അകന്ന്, പാപത്തിൻ്റെ അന്ധകാരത്തിൽ നശിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവിൻ്റെ അടുത്ത് ദൈവം അടുത്ത് വന്ന് വിളിക്കുമ്പോൾ ആ ആത്മാവിനെ ദ്രോഹി, മഹാപാപി ഇങ്ങനെയൊന്നും അല്ല ദൈവം വിളിക്കുന്നതായി ബൈബിൾ രേഖപ്പെടുത്തുന്നത്. ഉത്തമഗീതത്തിൻ്റെ പുസ്തകം 2:14 പഠിപ്പിക്കുകയാണ്: എൻ്റെ മാടപ്രാവേ, എൻ്റെ ഓമനേ, എൻ്റെ സുന്ദരി, നീ ഒന്ന് ഇറങ്ങി വരിക. നിന്റെ മുഖം ഞാനൊന്ന് കാണട്ടെ, നിന്റെ സ്വരം ഞാനൊന്ന് കേൾക്കട്ടെ. നിന്റെ സ്വരം മധുരമാണ്, നിന്റെ മുഖം മനോഹരമാണ്.
നോക്കുക, ഒരു മനുഷ്യാത്മാവിനോട്, പ്രത്യേകിച്ച് പാപം വഴി ദൈവത്തിന് അകന്നുപോയി തകർന്നൊരാത്മാവിനോട് സർവശക്തനായ ദൈവത്തിൻ്റെ ഇടപെടൽ ഏറ്റവും ഊഷ്മളമുള്ള വാക്കുകൾ കൊണ്ട് വിളിക്കുകയാണ്. എൻ്റെ മാടപ്രാവേ, എൻ്റെ ഓമനെ. ഇതുപോലെ മൃദുലമായ വാക്കുകൾ കൊണ്ടാണ് ദൈവം, മഹാശക്തനായ സർവശക്തനായ ദൈവം ഒരു മനുഷ്യാത്മാവിനോട് ഇടപെടുന്നത്. തിരിച്ച് ഞാനും എൻ്റെ ദൈവത്തോട് ഇടപെടുമ്പോൾ ഇതേപോലെ ഊഷ്മളത നിറഞ്ഞ, വൈകാരികത നിറഞ്ഞ ഹൃദയത്തോട് സംസാരിക്കുന്ന ഹൃദയത്തിൻ്റെ വാക്കുകൾ ഉപയോഗിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ടാണ് ഹോസിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ 6-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്. വചനം പഠിപ്പിക്കുകയാണ്, ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹോസിയ 6:6 അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്, ബലിയല്ല സ്നേഹമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തെങ്കിലും എപ്പോഴെങ്കിലും കയറിയിരുന്ന് പെറു എന്ന് പറഞ്ഞ് എന്തെങ്കിലും കുറച്ച് കാണാതെ പഠിക്കുന്ന പ്രാർത്ഥന അങ്ങനെ ഉരുവിട്ട് തീർക്കുന്നു എന്നതുകൊണ്ട് ആത്മീയതെല്ലാം ആയി എന്ന് വിചാരിക്കരുത്. ഒരു മനുഷ്യാത്മാവ് ദൈവത്തോട് അടുത്ത് ചെന്ന് സംസാരിക്കണം. ഒരു പുത്രൻ പിതാവിനോടെന്ന പോലെ, ഒരു കൊച്ച് അമ്മയോടെന്നതുപോലെ, ഒരു കാമുകി കാമുകനോടെന്നതുപോലെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ഏറ്റവും മാനുഷിക വികാരങ്ങൾ ഏറ്റവും മനോജ്ഞമായ വിധത്തിൽ ഏറ്റവും വൈകാരികമായ തീവ്രത നിൽക്കുന്ന ബന്ധങ്ങൾ നിങ്ങൾക്ക് ഏതൊക്കെ ഓർക്കാമോ അതുപോലെ ഓർക്കൊരു ഭാര്യ ഭർത്താവിനോടെന്ന പോലെ ദൈവത്തിൻ്റെ അരികിൽ ചെന്നിട്ട് ഹൃദയത്തിൻ്റെ എല്ലാ വേദനകളും ഹൃദയത്തിൽ തലംകെട്ടിയ എല്ലാ കാര്യങ്ങളും ദൈവസന്നിധിയിൽ കോരിച്ചൊരിയണം എന്ന് ഈ വിശുദ്ധ ലിഖിതം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് വൈകാരികത നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രാർത്ഥന, സ്നേഹം ലയിച്ച് സ്നേഹം നിറഞ്ഞു തോൽപ്പി നിൽക്കുന്ന ഒരു പ്രാർത്ഥന, അത് മോശമായ ഒരു പ്രാർത്ഥനയാണ് എന്ന ധാരണ എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ദൈവവചന വിപരീതമായൊരു ധാരണയാണ് എന്ന് വിശുദ്ധ ലിഖിതങ്ങളുടെ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരികയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, മുഴുവൻ ഹൃദയത്തോടും മുഴുവൻ ആത്മാവോടും മുഴുവൻ ശക്തിയോടും കൂടെ നീ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. ഈ ഒരു ദൈവവചന ശിരസായി ഏറ്റുവാങ്ങി ഈ ജീവിതകാലത്ത് ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കാനുള്ള ആഗ്രഹം കൊണ്ട് നിറയട്ടെ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, എൻ്റെ ഹൃദയം അതിൻ്റെ മുഴുവൻ ആത്മാർത്ഥതയോടുകൂടെ മുഴുവൻ ശക്തിയോടുകൂടെ എൻ്റെ കർത്താവിനെ ഞാൻ ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ. തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാനൻ സർവ്വവുമേ. അടിയനിതാ പിതാവേ. സർവശക്തനായ ദൈവമേ, ആരാധിക്കുന്ന കർത്താവേ, കരങ്ങൾ ഉയർത്തി അപ്പാ. ആരാധന സങ്കീർത്തന പുസ്തകത്തിൽ 35-ാം അധ്യായം 27-ാം വാക്യത്തിൽ വചനം പഠിപ്പിക്കുകയാണ്, എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കട്ടെ. എൻ്റെ നീതി സ്ഥാപിച്ചു കിട്ടാൻ ആഗ്രഹിക്കുന്നവർ ആനന്ദിച്ച് ആർപ്പ് വിളിക്കട്ടെ.
വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലായി മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലായി മാംസമായി മാറുന്ന രക്തമായി തീരുന്ന ത്യാഗത്തിൻ രൂപമിതാ കൈകൾ കൂപ്പാം ഹൃദയങ്ങൾ ചേർക്കാം ഈശോയെ ആരാധിക്കാം നിത്യവിശുദ്ധമീ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം കൈകൾ കൂപ്പാം ഹൃദയങ്ങൾ ചേർക്കാം ഈശോയെ നിത്യവിശുദ്ധമീ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. ഈ നിമിഷങ്ങളിൽ ഇതാ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മകന്റെ മേലും കുടുംബങ്ങളുടെ മേലും അത്യുന്നതനായ ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി വ്യാപരിക്കുകയാണ്. മകനെ മകളെ ഹൃദയം നുറുങ്ങി ആത്മാവിനെ വിളിക്കുക. രണ്ട് കരങ്ങളും ദൈവമായ കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവിനെ എല്ലാവരും ചേർന്ന് ഉറക്കെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, 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 വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ, വരിക വരിക ഞങ്ങളിൽ നീ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. എൻ്റെ പേര് ജോർജ്. കുഴികണ്ടത്തിൽ നിന്ന് വീട്ടുപേര് ഭരത ഇടവയിൽ, തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഭരത ഇടവയിൽ. തൃശ്ശൂർ രാജ്യത്ത് നിന്നാണ് ചേട്ടൻ വരുന്നത്. എനിക്ക് ഞാൻ 2009 മാർച്ച് 29 തീയതിയാണ് ഇവിടെ താമസിച്ചുള്ള ധ്യാനം കൂടിയത്. എൻ്റെ വയറ്റിൽ 2 മുഴകൾ വളരുന്നുണ്ടായിരുന്നു. 2 മുഴകൾ വളരുന്നുണ്ടായിരുന്നു. 20 ദിവസത്തെ അവധിയാണ് ഡോക്ടർ പറഞ്ഞിരുന്നത്. 20 ദിവസത്തെ. 20 ദിവസമാണ്. അതിനുള്ളിൽ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ധ്യാനം കൂടി തിരിച്ച് രണ്ടാമത് ഓപ്പറേഷൻ്റെ ഡേറ്റ് തീരുമാനിച്ച് ടെസ്റ്റിന് ചെന്നപ്പോൾ ഡോക്ടർ തന്നെ അത്ഭുതപ്പെട്ടു, ആ മുഴ കാണാനില്ല. പിന്നീട് ഇപ്പോൾ ഉണ്ടായ അനുഭവം, എൻ്റെ കാലിൻ്റെ ഈ പെരുവിരൽ മുതൽ ഈ കൈയുടെ ഈ സൈഡ് വരെ ഇങ്ങനെ മരവിച്ച് കയറുന്ന ഒരു അസുഖമായിരുന്നു എനിക്ക്. 1 വർഷമായിട്ടുണ്ടായിരുന്നു. 10 റബ്ബർ പോലെ തയ്ച്ചു വെട്ടാൻ പാടില്ല. റബ്ബർ വെട്ടി കഴിയുമ്പോൾ അപ്പം തന്നെ ഇങ്ങനെ കൈ കുടയണം, മരവിച്ച് പോയിട്ട്. അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു എവിടെ സ്തുതിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ മുതലില്ല, നടുവേദന ഉണ്ടായിരുന്നതും. 9 വന്ന് ധ്യാനം കൂടി ഉദരത്തിൽ 2 മുഴ ഉണ്ടായിരുന്നു. എന്നിട്ട് അത് കംപ്ലീറ്റ് സൗഖ്യം പ്രാപിച്ചു. ഇപ്പോൾ ഈ മരവിപ്പും ഇതൊന്നുമില്ല. ഇന്നലെ ഇന്നും ഒന്നും ഉണ്ടായിട്ടില്ല. രണ്ടാമത്തെ ധ്യാനത്തിൽ വെച്ച് വേറൊരു അത്ഭുതം കൂടെ കർത്താവ് കൊടുത്തു. കൈയടിച്ച് പാട്ട് പാടി ആരാധിക്കാം. ഗ്ലോറി ഗ്ലോറി. സുദിനം വരമാരി ചൊരിയും സുദിനം,
സുദിനം എനിക്കു ദൈവം ദാനമേകിയ സുദിനം ഇതു വൻ കൃപയൊഴുകും സുദിനം എന്നിൽ ആത്മാവുണരും സുദിനം ഇതു വൻ കൃപയൊഴുകും സുദിനം എന്നിൽ ആത്മാവുണരും സുദിനം